Hello guys, welcome to Micro Machine Labs. ഇന്ന് നമ്മൾ കാണാൻ പോണത് ജീപ്പ് റെനഗേഡ്, ഒരു അമേരിക്കൻ മാർക്കറ്റിലുള്ള ഒരു കോമ്പാക്ട് SUV ആണ്. ഇത് മേയ്സ് 2 1:24 1:24. എൻ്റെ ക്യാമറയുടെ സ്റ്റാൻഡ് ഒന്ന് മൂവ് ആയിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, സോറി ഫോർ ദാറ്റ്. ഓക്കെ, ജീപ്പ് റെനഗേഡ് ഞാൻ പറഞ്ഞ പോലെ ഒരു ഏറ്റവും ചെറിയ SUV ആണ്. സോ ഇതിൻ്റെ 1:24 സ്കെയിൽ വന്ന് മേയ്സ്റ്റോയിൽ അവൈലബിൾ ആണ്. ഇത് വന്ന് അസംബ്ലി ലൈനപ്പ് പറയും. ഈ സീരീസിൻ്റെ പേര് വന്ന് അസംബ്ലി ലൈനപ്പ്. സോ അസംബ്ലി ലൈനിൽ വരുന്ന മേയ്സ്റ്റോയുടെ ജീപ്പ് റെനിഗേഡ് വന്ന് ഇങ്ങനെ സ്പെയർ പാർട്സ് ആയിട്ടാണ് വരിക. ഫുള്ളായിട്ട് പീസസ്, നത്തിങ് വിൽ ബി അസംബിൾഡ്. സാധാരണ മേയ്സ്റ്റോടെ 1:18 സ്കെയിൽ ഓർ 1/18 സ്കെയിലൊക്കെ വന്ന് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടാണ് വരിക. ബട്ട് ദിസ് വൺ ഇസ് ലൈക്ക് ഇറ്റ്സ് സ്റ്റിൽ ഇൻ ബിറ്റ്സ് ആൻഡ് പീസസ്. സോ ഇത് നമ്മൾക്ക് ഇന്ന് അസംബിൾ ചെയ്യാം. സോ നമ്മൾക്ക് ലെറ്റ്സ് വിസിറ്റ് ദ പാർട്സ്. സോ ഇത് വന്ന് ബോഡിയാണ്. സോ നല്ല ഒരു ബ്രൈറ്റ് ഓറഞ്ച് കളറിലുള്ള ഒരു ബോഡിയാണ്. സോ വരുമ്പോഴേ ഇതിൽ വന്ന് ഗ്ലാസ് വന്ന് ആൾറെഡി ഫിക്സഡ് ആണ്. നമ്മൾ അത് അസംബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ റിവിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ 2 പോയിന്റിൽ. സോ ഗ്ലാസ് വന്ന് സൈഡ് ഗ്ലാസ്, ബാക്കിൻ്റെ ബാക്ക് ഗ്ലാസും വന്ന് ആൾറെഡി അസംബിൾഡ് ആണ്. ഡോർസ് വന്ന് അസംബിൾഡ് അല്ല. ബാക്കത്തെ ഡോറ് തുറക്കാൻ പറ്റില്ല. ഹുഡ് ആൾറെഡി പ്രീ അസംബിൾഡ് ആണ്. പിന്നെ ലോഗോസ്, പെയിൻറ്റിങ് ലോഗോസ് ഒക്കെ ആൾറെഡി അവൈലബിൾ ആണ്. ഈ ലോഗോ ഞാൻ ക്യാമറയിൽ കാണിച്ചില്ല എന്നേ ഉള്ളൂ, ഇത് ഞാൻ ഒട്ടിച്ചു. ബട്ട് അതർവൈസ് ജീപ്പ് 4x4 പിന്നെ ലാറ്റിറ്റ്യൂഡ് പറയണ ട്രിം ഇതെല്ലാം വന്ന് ആൾറെഡി പ്രീ പെയിൻറ്റഡ് ആണ്. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് പാർട്ട്. അടുത്തത് വന്ന് നെക്സ്റ്റ് വന്ന് 2 ഡോറാണ്. അതിൽ വന്ന് റെനിഗേഡ് പറയണ ബ്രാൻഡിങ് നിങ്ങൾക്ക് കാണാം. അത് രണ്ടും ആൾറെഡി പ്രീ പെയിൻറ്റഡ് വേർഷനോടെയാണ്, നമ്മളല്ല ഒട്ടിക്കണ. സോ ഇത് 2 ഡോറ്. മുകളിലത്തെ റൂഫ് റെയിൽ, പിന്നെ ഇത് വന്ന് ഉള്ളിലത്തെ ബോഡി കമ്പാർട്ട്മെൻ്റ് ആണ്. ഉള്ളിലത്തെ ഇൻറ്റീരിയർ ആണ്. ഇൻറ്റീരിയറിൽ ഫസ്റ്റ് നമ്മൾ കാണാം, ഇത് വന്ന് ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യാത്തത് കൊണ്ട് ആൾറെഡി അവർ ഇതിലേ വന്ന് ഷേപ്പ് ഒരു ട്രിമ്മ് വന്ന് ഫുള്ളായിട്ട് ഫിക്സഡ് ആണ്. ബാക്ക് സീറ്റും പിന്നെ പിന്നാലത്തെ ബാക്കത്തെ പാർസൽ ട്രേ, പിന്നെ ഗിയർ ബോക്സ്, പിന്നെ സെൻട്രൽ കൺസോളിൽ വരുന്ന ആം റെസ്റ്റ് എല്ലാം വന്ന് ഫിക്സഡ് ആണ്. ഓക്കെ, ദർ ഇസ് എ ഗിയർ ലീവർ. ഇതിനൊന്നും അവർ സ്റ്റിക്കർ ഒന്നും കൊടുത്തിട്ടില്ല. സോ I think it is not a very detailed model, but it is, what it is. But that is the next part. Next one, രണ്ട് ബക്കറ്റ് സീറ്റ്സ് ഉണ്ട്. അത് വന്ന് ആ ബോഡിയിൽ ഫിക്സ് ചെയ്യാൻ. പിന്നെ ടയേഴ്സ് ഇങ്ങനെ, ഇതിന് 2 അലോയ് വീലാണ് വരുന്നത്. ഒരു സിൽവർ അലോയ് വരുന്നുണ്ട്, ഒരു ബ്ലാക്ക് സിൽവർ വരുന്നുണ്ട്. ബ്ലാക്ക് സിൽവർ ആണ് വെരി റിയലിസ്റ്റിക്. പിന്നെ റബ്ബർ ടയറാണ് അത്. നെക്സ്റ്റ് അതിൻ്റെ കുറച്ച് ഞാൻ അസംബിൾ ചെയ്ത് കഴിഞ്ഞു, റബ്ബർ ടയർസ്. ഇത് വന്ന് സൈഡ് ഫെൻഡേഴ്സ് ആണ്. ബോഡി സൈഡ് ഫെൻഡറും ബോഡി കിറ്റും എല്ലാം വന്ന് ആൾറെഡി പ്രീ അസംബിൾഡ് ആയിട്ട് ഒരു പീസാണ്. അതേപോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വി ഗെറ്റ് ദ ടെയിൽ ലൈറ്റ്സ്. ഇറ്റ് ഈസ് എ നൈസ്ലി ഡീറ്റെയിൽഡ് ടെയിൽ ലൈറ്റ് ആണ്. നമ്മൾക്ക് റെനിഗേഡിൽ വരുന്ന, റിയൽ റെനിഗേഡിൽ വരുന്ന അതേ എക്സ് ടൈപ്പ് ഇതാണ്. നെക്സ്റ്റ് വന്ന് ഡോറിൻ്റെ വിൻഡോസ് 2 നല്ല ചങ്കി ആയിട്ടുണ്ട്. ഈ 2 സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ചു.
ഇതൊരു സെപ്പറേറ്റ് 2 ഗ്ലാസ്സസ് ആയിട്ട് വന്ന് അത് രണ്ടുണ്ട്. നെക്സ്റ്റ് ഇസ് ദ ഫ്രണ്ട് വിൻഡ്ഷീൽഡ്. ഈ ഫ്രണ്ട് വിൻഡ്ഷീൽഡിൽ വന്ന് വൈപ്പേഴ്സ് വന്ന് അറ്റാച്ച്ഡ് ആണ്. ഇറ്റ് ഈസ് നോട്ട് യുനോ മൂവബിൾ. സോ അതിലെ വന്ന് അത് അങ്ങനെ മോൾഡിങ് പോലെയാണ്. സോ യു കനോട്ട് ഡു എനിത്തിങ്. നൈസ്ലി പെയിന്റഡ്. ദെൻ അതിൽ ഞാൻ ആഡ് ചെയ്തത് ഈ ഒരു ചെറിയ ഒരു പീസാണ്, റിയർ വ്യൂ മിറർ. അത് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, യു ക്യാൻ മൂവ് ഇറ്റ്. സോ ആൻഡ് ദ സ്റ്റിക്കറും ഞാൻ ഒട്ടിച്ചു അതിൽ, ചെറിയ ഡെലിക്കേറ്റ് പാർട്സ്. ഇറ്റ്സ് വെരി ഗുഡ്. ആൻഡ് ദെൻ യുവർ എഞ്ചിൻ ബേ പെയിന്റഡ് അല്ല. ഐ വിഷ് ദേ വുഡ് ഹാവ് പെയിന്റഡ് ഇറ്റ്. നന്നായിരിക്കും അപ്പോൾ, ബട്ട് അവർ പെയിന്റ് ചെയ്തിട്ടില്ല. ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഡീറ്റെയിൽഡ്. അതിലൊരു 1.4 ലിറ്റർ എഞ്ചിൻ, മൾട്ടിജെറ്റിൻ്റെ എഞ്ചിൻ്റെ ഒരു എയർ ഇത് കവർ വെച്ചിട്ടുണ്ട്, എയർ ഫിൽട്ടർ, ഐ മീൻ എഞ്ചിൻ ബേല് എഞ്ചിൻ കവർ വെച്ചിട്ടുണ്ട്. നമ്മൾക്കിത് വേണമെങ്കിൽ നമുക്കിത് കളർ അടിക്കാം കേട്ടോ. ഇറ്റ് വുഡ് ബി നൈസ് കളർ അടിച്ച. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ വരുന്നത് ഈ ഫ്രണ്ടത്തെ ജീപ്പ്, ഈ 7 സ്ലോട്ട് ഗ്രില്ല്. അത് വന്ന് ജീപ്പിൻ്റെ യുണീക്നെസ് ആണ്, യുണീക്ക് ഐക്കോണിക് ഡിസൈനാണ്. ഇത് വന്ന് 2 പീസായിരുന്നു. ഞാനിങ്ങനെ 2 പീസായിരുന്നു. ഇതൊരു പീസ്, ഈ ഗ്ലാസ് സെപ്പറേറ്റ് ആയിരുന്നു. ഞാൻ ജസ്റ്റ് അസംബിൾ ചെയ്തതേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് സംതിങ് ഈസി. എല്ലാം വന്ന് ക്ലിപ്പ് ഓൺ ആവണ പോലെയാണ്. ദെൻ ദീസ് ആർ ഓക്കെ, ദീസ് ആർ ഫ്രണ്ട് ഇന്റീരിയർ, ഫ്രണ്ട് ഡോർ ഇന്റീരിയർ പാനൽ, ഡോറിൻ്റെ പാനലാണ്. സോ ദാറ്റ് ഈസ് വൺ ആൻഡ് ദിസ് ഇസ് ഫോർ റൈറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് ദിസ് ഇസ് റിയർ ബമ്പർ. ഒരു പ്രീ പെയിൻറ്റഡ് ആണ്. റെഡ് കളർ സ്ലോട്ട് അടിച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട്. റെഡ് കളർ റിഫ്ലക്ടർ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ വിഷ് ദേ വുഡ് ഹാവ് പുട്ട് ഹിയർ. ഇത് വന്ന് ടോ ഹുക്കാണ്. ടോ ഹുക്ക് വന്ന് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് അതിൽ റെഡ് കളർ പെയിൻറ്റ് അടിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ബട്ട് ഓൾവേസ് വി ക്യാൻ ഗോ ആൻഡ് പെയിൻറ്റ് ഇറ്റ് അഗെയിൻ, റൈറ്റ്? സോ ദാറ്റ് ഈസ് ഗുഡ്. നെക്സ്റ്റ് വന്ന് ഇത് വന്ന് ഫ്രണ്ട് ഫെൻഡറാണ്. 2 DRL ഉണ്ട്, ഫോഗ് ലൈറ്റ്സ് ഉണ്ട്, ടോ ഹുക്സ് ഉണ്ട്. ടോ ഹുക്സ് വന്ന് പെയിൻറ്റ് ചെയ്തിട്ടില്ല. മെയ്സ്റ്റോൺ ഞാൻ ആ സ്റ്റിക്കറിന് ഒട്ടിച്ചതാണ്. ഇറ്റ് ഡസൻറ്റ് കം ദെയർ. സോ ഐ ഡോണ്ട് നോ വേർ ടു പുട്ട് ഇറ്റ്, സോ ഐ ജസ്റ്റ് പുട്ട് ഇറ്റ് ദെയർ. പ്രോബ്ലി അവിടെ വന്നിട്ട് ഒരു ചെറിയ ഒരു നമ്പർ പ്ലേറ്റിനുള്ള ഒരു പോർഷൻ ഉണ്ടാവും, അത് ഇല്ല. സോ ഐ ജസ്റ്റ് പുട്ട് ഇറ്റ് ഓവർ ദെയർ. The last part, not last part, last but before part, അതിൽ വന്ന് 2017, you can see that 2017 Jeep Renegade 1:24 Maidstone made in China. ഇതിൽ വന്ന് പ്രീ അസംബിൾഡ് ആയിട്ട് വീലിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, നോച്ചസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വീല്. സോ ഇറ്റ് ഈസ് നോട്ട് സ്റ്റിയറബിൾ. അങ്ങനെ വന്ന് സാധാരണ 1:18 മോഡലിലൊക്കെ വന്ന് സ്റ്റിയർ ചെയ്യാൻ പറ്റും. ഇത് വന്ന് ഭയങ്കര കോസ്റ്റ് കട്ടിങ് ചെയ്ത ഒരു മോഡലാണ് ഐ ബിലീവ്. ബിക്കോസ് ഐ റിമെമ്പർ ലോങ് ബാക്ക് മെയ്സ്റ്റോ ഇതാക്കുമ്പോൾ എന്താ പറയുക 1/24 സ്കെയിൽ ചെയ്യുമ്പോൾ അവർ വന്ന് അവരുടെ അസംബ്ലി ലൈനിൽ സ്റ്റിയറബിളും ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഓർ അറ്റ്ലീസ്റ്റ് ഐ ഹാവ് എ മസ്റ്റാങ് വിച്ച് ഈസ് സ്റ്റിയറബിൾ. ഓക്കെ, ബട്ട് നൗ ഡേയ്സ് ഐ തിങ്ക് ഡ്യൂ ടു കോസ്റ്റ് കട്ടിങ് ആൻഡ് പാർട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി they removed that, I believe. But this is how it is. ഞാൻ വാങ്ങിച്ചപ്പോൾ ഞാൻ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ ഫസ്റ്റ് നോക്കിയപ്പോൾ അതൊന്ന് സ്റ്റിയറബിൾ ആണെന്ന് വിചാരിച്ചു. ബട്ട് വെൻ ഇറ്റ് കെയിം ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ്. വന്നപ്പോൾ ബോക്സ് ഡാമേജ്ഡ് ആയിരുന്നു. ലക്കിലി ഉള്ളിലത്തെ സാധനങ്ങളൊന്നും ഡാമേജ് ആയില്ല. സോ ഐ ഡോണ്ട് ഹാവ് ദ ബോക്സ് റൈറ്റ് നൗ. അതർവൈസ് ഡീറ്റെയിൽസ് ഉണ്ടോ പറഞ്ഞാൽ ലാഡർ ഫ്രെയിം സാഷിയാണ്. സോ ആ ലാഡർ ഫ്രെയിം കാണാം. ദെൻ ദേ ഹാവ് സം എക്സോസ്റ്റ് ഗോയിങ് ഓൺ, ബട്ട് ആ എക്സോസ്റ്റിൻ്റെ ടിപ്സോ ഒന്നും
ഡീറ്റെയിൽഡ് ആയിട്ടില്ല. ഇവിടെ കണ്ടറിയാം എക്സോസ്റ്റ് ടിപ്പ് വെറുതെ വന്ന് നിൽക്കണത്. എഞ്ചിൻ ബേയുടെ താഴെ വന്ന് ഡയറക്ട്ലി സ്കിഡ് പ്ലേറ്റ് പോലെ കാണിച്ചിരിക്കുക. ബട്ട് ദർ ഇസ് നത്തിങ്. ഫ്രണ്ടത്തെ ഡിഫറൻഷ്യൽ ഉണ്ട്, ബാക്കത്തെ ഡിഫറൻഷ്യൽ ഉണ്ട്. വെറുതെ മോൾഡ് പോലെയാണ്. ഇറ്റ് ഈസ് നോട്ട് വെരി ഡീറ്റെയിൽ, ബട്ട് ഇറ്റ്സ് ഓക്കെ. whatever they have made, it is fine. സോ നമ്മൾക്ക് ഇതിൻ്റെ അസംബ്ലിയിലേക്ക് പോവാം. Yeah, that's it. Nice, right? You can open the doors. So it takes like hardly 15 to 20 minutes for an adult to assemble. But കുട്ടികളാവുമ്പോൾ കുറച്ചും കൂടെ അവർക്ക് they enjoy and do it. So, you know, it is a good one, basically. നല്ല സ്മൂത്തായ റണ്ണാണ്. ദർ ഇസ് നത്തിങ് ബാഡ്. ബട്ട് പുൾ ബാക്ക് അല്ലാന്നേ ഉള്ളൂ. ദിസ് ഇസ് നോട്ട് എ പുൾ ബാക്ക് സിസ്റ്റം.
അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരിക്കും അത് നല്ല വിശേഷങ്ങളാവട്ടെ, നിങ്ങൾക്ക് എല്ലാം നല്ലത് എന്ന് കരുതുന്നു. ഹാവ് എ ഗുഡ് ഡേ ആൻഡ് സൈനിങ് ഓഫ്. ബൈ.